ഡിയേഴ്സ് വെൽക്കം ബാക്ക്. 2-3 ദിവസമായിട്ട് ഞാൻ ഏത് ലോകത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തന്നെ അറിയണില്ല. കാരണം ഞാൻ ഇങ്ങനെ ഒരു റിസൾട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ. താങ്ക് യു എല്ലാവർക്കും, വളരെയധികം താങ്ക്സ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ടീച്ചിങ് കോഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എനിക്ക് റിപ്ലൈ അയക്കാനുള്ള സമയമില്ല. ഓക്കെ, സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ എന്താ പറയുക, ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മൺഡേ ടു ഫ്രൈഡേ 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെയ്ഡ് വർക്ക്ഷോപ്പാണ്. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ 5 ദിവസത്തെ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് ബാക്കി അയച്ചു തരുന്നതായിരിക്കും. മൺഡേ മുതൽക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പൊക്കെ ഏകദേശം ഫുള്ളാവാറായി. അപ്പോൾ അത്രയും എൻക്വയറീസ് വരുന്നുണ്ട്. അത് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടും അതുപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടും ഫേസ്ബുക്കിൽ മെസ്സേജ് ആയിട്ടും ഒക്കെ കുറേ വരുന്നുണ്ട്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ക്ലാസ് എടുക്കുന്ന സമയമാണ്, അതുപോലെ കോളുകൾ വരുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാം വളരെ എമർജൻസി ആയിട്ട് നിൽക്കുകയാണ്. ഒരു 10 രൂപയ്ക്ക് 10 രൂപ നമുക്ക് അധികം ഏൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനും ആ ഒരു സ്റ്റേജിൽ കൂടെ വന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ എങ്ങനെ സക്സസ് ആയി എന്നുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഒരു വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ഇടും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം സ്ക്രീൻഷോട്ട് അയച്ച് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ മൺഡേ തൊട്ട് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ജസ്റ്റ് അവർക്ക് സ്റ്റുഡൻസിനെ മാത്രമേ വേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ്, അല്ലേ? നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അവർക്കാണ്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ സ്റ്റുഡൻസിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, പിന്നെ പറയാനുള്ളത്, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരുപാട് മെസ്സേജ് വരണേക്കാൾ നല്ലത്, അതുപോലെ കമൻറ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇട്ടോളൂ. വേണ്ടാന്നല്ല, ഇട്ടോളൂ, കുഴപ്പമില്ല. ഷീനെ അവൈലബിൾ ആവുന്ന ടൈമിൽ ഞാൻ റിപ്ലൈ തരാം. അതുപോലെ നമ്മുടെ ജസ്റ്റ് വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഡീറ്റെയിൽസ് ഇടാം. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നില്ല. മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. നിങ്ങളും ഒരു ബിസി ടീച്ചർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളും ഇത് പറയും. ഓക്കെ, നമുക്ക് അവിടേക്കൊക്കെ എത്താം. ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്ന വഴിയിൽ അറിയിക്കാം കേട്ടോ. താങ്ക് യു. നിങ്ങളെല്ലാവരും കോപ്പറേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.